ശരി. മേ ഐ കം ഇൻ? പ്രകാശേ, ദേ ആരാ വന്നിരിക്കണേ നോക്കിയേ. ഇതാര് കാഞ്ഞിരം കുറ്റിയോ? ആകൊന്ന് വൃത്തിയായിട്ടുണ്ടല്ലോ, എന്ത് പറ്റി? സോറി, ഞാനിപ്പോ കാഞ്ഞിരംകുറ്റി അല്ല, ഇടക്ക് വെച്ച് പേരൊന്നും മാറ്റി. അതെന്താ? അതായത് ഈ കാഞ്ഞിരംകുറ്റി എന്ന് പറയുമ്പോൾ അതിലൊരല്പം കയ്പില്ലേ? ഉണ്ട്. എന്റെ കൃതികളിൽ ഉടനീളം വായനക്കാർക്ക് ഈ കയ്പ് അനുഭവപ്പെട്ടു. അത് കറക്റ്റാ. വായനക്കാർ നന്നാവാത്ത കാലത്തോളം ഈ സാഹിത്യ ലോകത്തിന് ഒരു ലക്ഷ്യം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എഴുത്ത് നിർത്തി. അമൃതം ഖാദർ എന്ന പേരിൽ പുതിയ മേഖലകളിലേക്കാണ് എന്റെ കാൽവെപ്പ്. അതെന്താ, ദുബായിലേക്ക് പോവാണോ? ചേ, നിരൂപണം. അത് കൊള്ളാം, വലിയ അധ്വാനമില്ലാത്ത പണിയാണല്ലോ. ആഹാ, അതിനാണ് അധ്വാനം. എഴുത്തുകാർക്ക് കണ്ണു കണ്ട് എന്തെങ്കിലും വാരികൾ ചെയ്താണ്ട് വായിച്ചാൽ മതി. ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കി മറ്റുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്ത് അതിലെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി നിരൂപണം എഴുതാൻ ചില്ലറ പണിയാ. പഴയ പോലുള്ള പണിയാണോ? ഇത് വലിയ റിസ്ക് പിടിച്ച പണിയല്ലേ? മൂന്നത്തേക്ക് നല്ല പെട കിട്ടില്ലേ? ഇങ്ങനെ പെടട്ടാ ഞാൻ എന്താ പോക്കറ്റ് അടിക്കാൻ വന്ന? പോക്കിത്തരം പറഞ്ഞു കൊടുക്ക. എന്ത് മനസ്സിലാക്കിയിട്ടാണ് വർത്താനം പറഞ്ഞത്? ഞാനിപ്പോ ആരാന്നാ വിചാരിച്ചേ? താഴെ എന്നെ കാത്തിരിക്കുന്ന മനുഷ്യൻ ആരാന്നറിയോ? ജ്ഞാനപീഠ അവാർഡ് വാങ്ങിയ യണമ്പ്യാരാ. അയാളുടെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടെന്ന് ഞാൻ അതിന് പോവുക. അതെ, ഓണ വഴിക്കൊന്ന് കണ്ടുപോകാന്ന് വിചാരിച്ചപ്പോ തൊള്ളെ കൊള്ളാത്ത വർത്താനം പറഞ്ഞ ആളെ മേപ്പിട്ട് തരണം. ഇതേ 1.2 ക്യാമറയും തൂക്കി നാട് നിങ്ങളെ ഷൂട്ട് ചെയ്ത് നടന്നിട്ട് ദൂരദർശനെ പറ്റിക്കുന്ന പണിയല്ല, മനസ്സിലായോ? ദൂരദർശനെ പറ്റിക്കാൻ നടക്കണത് നിന്റെ അച്ഛനാണ്. എന്താ ദേഷ്യം വന്ന? ദൂരദർശനെ പറഞ്ഞോണ്ടൊന്നല്ലടാ, എനിക്ക് ആ വൃത്തിയായിട്ടവനെ ഇഷ്ടല്ല. അതെ, പോണ്ടേ? പോവാ, ഞാൻ റെഡി. ഏയ്, എന്താ കൂട്ടാ? എന്തു പറ്റി? സുമിത്രക്കുട്ടി, സൂത്രക്കുട്ടി, എടി പെണ്ണെന്തെങ്കിലും മോവും വെറുപ്പിച്ചിരുന്ന കാണാൻ ഭയങ്കര ബോറാ, അതുകൊണ്ടാ. ഒന്ന് മിണ്ടായിരിക്കാവോ? ഓഹോ, കാര്യം ഭയങ്കര സീരിയസ് ആണല്ലോ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ, വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ. വീട്ടിലെത്തട്ടെ, പറയാം ഞാൻ. എന്നാൽ എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. എടി കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യം തിരക്കുന്നു. എന്നോട് സ്വല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഞാൻ എന്ത് ചെയ്യുന്നു നീ പറയുന്നത്? ഞാൻ ഗർഭിണിയാണ്. സത്യം? അയ്യോ പ്രകാശ്, പതുക്കെ. വേണ്ട. അയ്യോ, ഇപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലേ? എടി കഴുതേ, ഈ ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിട്ടാണോ നീ മൂക്ക് വീഴ്ചയിലും കരച്ചിലൊക്കെ നടത്തിയത്? പിന്നെ എന്റെ പ്ലാൻ മുഴുവൻ തെറ്റിയില്ലേ? ഒരു വർഷം കഴിഞ്ഞ് നമ്മളൊന്ന് സെറ്റിൽഡ് ആയി. ഒരു സെറ്റിൽഡ് മിണ്ടി പോരുത്. പെട്ടെന്ന് ഒരുങ്ങ്, ഇന്ന് ഡിന്നർ പുറത്ത്. എന്റെ അനന്തരാവകാശി, ഈ ഭൂമിയിലെ മുഴുവൻ സ്നേഹവും തരാൻ തയ്യാറായി ഈ പിതാവ് ഒരുത്തിനിതാ ഇവിടെ കാത്തു നിൽക്കുകയാണ്. കൃഷ്ണയും നീയുമായിട്ടുള്ള ബന്ധത്തിന് നീ അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, ഞാൻ എതിരൊന്നും നിന്നിട്ടില്ല. പക്ഷേ ഇപ്പൊ നിന്റെ ഭാര്യ ഗർഭിണിയാണ്. ചാക്കുച്ച, ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു. അവസാനം എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്തൊക്കെ തെറ്റാണ്, പക്ഷേ അതിലെ ശരിയുമാണ്. എന്ത് സംഭവിച്ചാലും ശരി, കൃഷ്ണയോട് ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാ. അത് ഞാൻ തീരുമാനിച്ചു ചാക്കോച്ച. പ്രകാശ്, യെസ്, എനിക്കറിയായിരുന്നു. എന്ത്? പ്രകാശ് ആയിരിക്കുമെന്ന്. പ്രകാശ് ഇന്നിവിടെ വന്നേ പറ്റൂ. അതെന്താ അങ്ങനെ? ഞാൻ ആഗ്രഹിച്ച സമയത്തെല്ലാം പ്രകാശ് ഇവിടെ വന്നിട്ടുണ്ട്. കൃഷ്ണ, ഒന്ന് പുറത്തേക്ക് വരാമോ? കൃഷ്ണയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിത്തിങ് സീരിയസ്? യെസ്. ഓക്കെ, ഞാൻ വരാം, കേൾക്കാം. പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കൊച്ചു കാര്യം പറയാനുണ്ട്. എന്തത്? ഇവിടെ ഒരു ഉമ്മ തരൂ. കൃഷ്ണ പ്ലീസ്. നീയും? അതെന്താ നീയൊന്ന്? വേറെ ആരെ പ്രഗ്നന്റ് ആയിരിക്കുന്നത്? ഭാര്യ
എന്റെ ഭാര്യ കൃഷ്ണ. അച്ഛനവൻ പോകുന്നെന്ന് അറിഞ്ഞിട്ട് റിയാക്ഷൻ ഇങ്ങനെയാണോ? പ്രകാശിന് സന്തോഷമല്ലേ? പിന്നെ സന്തോഷം കൊണ്ട് വാക്കുകൾ പുറത്തു വരുന്നില്ല. അച്ഛനവൻ പോകുന്നെന്ന് അറിഞ്ഞതിന്റെ വെപ്രാളം നല്ല രസമുണ്ട്. പഴയ ശകുന്തളയുടെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇന്ന്. കുഞ്ഞു പിറക്കുന്നതിന് മുൻപ് അച്ഛനും അമ്മയും ചെയ്യേണ്ട ഒരു കടമയുണ്ട്. പ്രകാശ് ഇപ്പൊ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം. എങ്ങനെ? അമ്മാവന്റെ റിയാക്ഷനെ കുറിച്ചല്ലേ? ഞാൻ പറയാം. കുഞ്ഞ് ജനിക്കുന്നത് വരെ നമുക്ക് ഈ ഒളിച്ചുകളി തുടരാം. പക്ഷേ അതിനു മുൻപ് നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി, അച്ഛന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി നമുക്കൊരു ചടങ്ങ് നടത്തണം. നമ്മുടെ വിവാഹം. കൊട്ടും മേളും ആൾക്കൂട്ടും ഒന്നും വേണ്ട. സൂര്യനെല്ലി ക്ഷേത്രത്തിൽ പോവുക, അവിടുത്തെ ദേവി സാക്ഷിയായി മാലയിടുക. അത്രേ എന്റെ മനസ്സിലുള്ളൂ. തീ കൊണ്ടുള്ള കളിയാ നീ കളിക്കണേ. എല്ലാം തുറന്നു പറയാന്ന് പറഞ്ഞു പോയിട്ട് അവിടെ ചെന്നപ്പോ നിന്നെ നാ ഇറങ്ങിപ്പോയോ? അവള് ഗർഭിണിയാണെന്ന് പറയുമ്പോ ഞാനത് എങ്ങനെ പറയും ചാക്കോച്ച? ഇനി എല്ലാം തുറന്നു പറഞ്ഞു എന്ന് വെക്കുക. ഞാൻ ഈ രാത്രി മനസമാനത്തോടെ കിടന്നുറങ്ങിന്നും വരും. പക്ഷേ രാവിലെ ഉണരുമ്പോ കേൾക്കുന്ന വാർത്ത എന്തായിരിക്കും അറിയോ? അവൾ ആത്മഹത്യ ചെയ്തെന്ന്. അപ്പൊ ഈ നിങ്ങൾ പോലും എന്നെ കുറ്റപ്പെടുത്തില്ലേ? അത് മാത്രമാണോ? മരണം വരെ ഒരു ദുസ്വപ്നം പോലെ ഇതെല്ലാം എന്നെ വേട്ടയാടില്ലേ? നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? അവളെ കല്യാണം കഴിക്കാൻ പോവാ? അതെ, അവളുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി എനിക്കത് ചെയ്തേ പറ്റൂ. സുമിത്ര എങ്ങാൻ ഇതറിയാൻ ഇടയായാൽ? ദയവ് ഇത് എന്നത് ഓർമ്മിപ്പിക്കരുത്. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. നിന്നേ പറ്റൂ. എന്റെ ദേവി വാമായെ, നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. ഹ്യൂ. ശിവ ശിവ, എന്താ ഇത്? ഇന്ന് എന്തെങ്കിലും സംഭവിക്കുമല്ലോ. രാവിലെ എന്താ പതിവില്ലാതെ പ്രാർത്ഥനയൊക്കെ? ഇതെങ്ങോട്ടാ രാവിലെ? ഒന്ന് മാറി. പ്രകാശ്, ഇതെങ്ങോട്ടാ ഇത്ര തിരക്കിട്ട്? എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. എന്നാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. വേണ്ട വേണ്ട, അയ്യോ, നല്ല ദോശ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? പിന്നെ ആർക്ക് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഒരു മിനിറ്റ്, ഇതായിരുന്നു. ചാക്കോച്ചനല്ലേ അത്? ആ, സത്യം പറ, നിങ്ങൾ രണ്ടും കൂടെ എവിടെയാ പോകുന്നത്? സത്യം പറഞ്ഞേക്കാം, ഞങ്ങളൊരു കല്യാണത്തിന് പോവാ. അയ്യേ, കല്യാണത്തിന് ഈ വേഷത്തിലാ പോകുന്നത്? നാലാള് കൂടുന്നിടത്ത് ഞാൻ ജുബയുമുണ്ട്. പെണ്ണും കെട്ടി തന്തയാവാറായി. ഇനി ആര് കാണാനാ മോളെ? പ്രകാശ്, മറ്റുള്ളവരുടെ കല്യാണത്തിന് നിങ്ങൾക്ക് എന്താ അത്ര തിരക്ക്? മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് എനിക്ക് എവിടെ എത്തണം. പ്രകാശ് നിക്ക്, ഒരു കാര്യം പറയട്ടെ. നീ എന്തിനാ എന്റെ പുറകെ കിടന്നിട്ട് ഓടുന്നത്? നിന്നോട് ഡോക്ടർ റെസ്റ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടല്ലേ വീട്ടു ജോലികളൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് നമ്മളോട് ജോലിക്ക് ആളെ നിർത്തിയിരിക്കുന്നത്. അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? അതല്ല മോളെ, നമ്മുടെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചല്ലോ. നീ റെസ്റ്റ് എടുക്ക. ശരീരം ഇണങ്ങുന്ന പണിയൊന്നും ചെയ്തൂടാ. വിട്ടോ. ഈ നേരം വരെ എവിടെയായിരുന്നു നീ? ചാക്കോച്ചന്റെ ഡ്രസ്സല്ലേ അവിടെ? ആദ്യം ആ ഭസ്മം തുടങ്ങും. എന്റെ ഷർട്ട് അവിടെ. ഷർട്ട് കോപ്പലോടെ ഒന്ന് നേരെ നോക്കി ഓടിക്കോ. ചാക്കോച്ച പെട്ടെന്ന് വിട്. പെട്ടെന്ന് വിട്ട് വല്ലവരും നെഞ്ചത്ത് വണ്ടി കയറിയാ ഞാൻ ജയിലിൽ പോണ്ടേ? മുഹൂർത്തം തെറ്റും. നിങ്ങളൊന്ന് നേരെ നോക്കി വണ്ടി ഓടിക്കും. പെട്ടെന്നാവട്ടെ. വേണമെങ്കിൽ ഡ്രസ് മാറ്. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഓരോന്ന് വരുത്തി വെക്കുകയും ചെയ്യും, ബാക്കിയുള്ളവരൊന്ന് ചാവുകയും വേണം. നിങ്ങൾ പാചകം പെട്ടെന്ന് പെട്ടെന്ന് വേഗം വിടല്ലേ ചാക്കോച്ച. രാത്രി മടുത്ത് അവിടെ പോയി കാണും. ഒന്ന് വേറെ എവിടെ മാപ്പിളെ? മാലയുടെ മാല. അയ്യോ, മാല എന്റെ കയ്യിലുണ്ട്. താലിയുടെ താലി ഞാൻ തിന്നു. നീ ബട്ടൺ നിന്നിട്ട് ഒന്ന് വേഗം നടക്കണോ? എനിക്ക് ഇങ്ങനെ നടക്കാനേ പറ്റൂ. നീ പോയി കെട്ട്. ചൂടാവാതെ എപ്പോഴും ഇങ്ങനെ നടക്ക്. മൂർത്തി. അപ്പൊ നിനക്ക് മൂത്ര ഒഴിച്ചിട്ട് വരായിരുന്നില്ലേ? അതല്ല മൂർത്തി. മൂർത്തിയാ? ആ. ഹലോ പ്രകാശ്,
എങ്ങോട്ട് അമ്പലത്തിലേക്കാ? അല്ല മാർക്കറ്റിലേക്ക് ഇത്തിരി മീൻ മേടിക്കാൻ നീ വരുന്ന. അല്ല കയ്യില് മാലയൊക്കെ ആയിട്ട്. ഒരാള് ചത്തു, അടിയന്തരാണ് അയാളുടെ. എന്തോരം കാര്യങ്ങൾ അന്വേഷിക്കണേ. എനിക്ക് ഈ ആൾക്കാരെ ഞാൻ ഇഷ്ടമല്ല. പറയാം. മിസ്റ്റർ മൂർത്തി, ഞങ്ങളുടെ ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ട്. അപ്പൊ ആരും ഇല്ലാത്തതായതുകൊണ്ട് ഞങ്ങളാണ് നടത്തി ആ, കൊടുക്കുന്നത്. അത് പറഞ്ഞാ പോരാ, ഞാനും വരില്ല, ഞങ്ങൾ എല്ലാവരും കൂടെ. കാണുന്ന ആൾക്കാരുടെ കല്യാണം നടത്തിയുള്ള നിങ്ങളുടെ പണി. വൈകുന്നേരം മസ്കറ്റ് ഹോട്ടലിൽ പാർട്ടി ഉണ്ട്. അവിടെ ഒന്ന് വയറ് നിറച്ചിട്ട് ഞാൻ അടിക്കാം. മോളെ അച്ഛൻ ഇത്തിരി ബുദ്ധി പറഞ്ഞു കൊടുത്തേ. ഒന്ന് വേഗം പാടോ. താൻ എങ്ങോട്ടേക്കാ? ഇതിന്റെ ഉള്ളിലേക്ക് ഇത് അമ്പലം, ക്രിസ്ത്യാനികൾ കയറാൻ പാടില്ല. കേറി എന്താ ഉണ്ടാവുക? കയറി ഹിന്ദുക്കൾ തന്നെ തല്ലിക്കൊല്ലും. താലിയോടെ? താലി എന്റെ അല്ലേ? ഇല്ലെന്ന്. ഞാൻ നേരത്തെ അവിടെ തന്നില്ലേ? എന്റെ ഇല്ല. എന്റെ ഇല്ല. ഞാൻ അങ്ങോട്ട് തന്നു. അതല്ലേ താലി. താലിയോടെ നിൽക്ക്. നമുക്ക് എന്ത് കാര്യം പാടോ. ഒന്ന് മാറിയാ കൊച്ചാ. എന്തൊരു സന്തോഷത്തോടു കൂടിയാ ആ ബോധമില്ലാത്തവൻ പോണേ. ഇതെങ്ങനെ അവൻ രണ്ടെണ്ണത്തിന് മാനേജ് ചെയ്യും? ഇതൊരു അടിപൊളി നടക്കും, ഉറപ്പാ.
ഏയ് ഏയ് ഉം.